വേറെ ആര് മന്ത്രിയായാലും നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഒരു ടേം കൂടെ മന്ത്രിയായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. 2 അടിപ്പാത പുറക്കാടും ഒറ്റപ്പനയും 10 കിലോമീറ്റർ 10.5 കിലോമീറ്റർ വരുന്ന പ്രദേശത്താണ്. പിന്നെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നത് കൊട്ടാരവളയിൽ, അത് കരുവാറ്റ പഞ്ചായത്തിലെ ജനങ്ങൾക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. എന്നിട്ട് ഇങ്ങനാണോ നീതി നടപ്പാക്കേണ്ടത്? ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ട് നേരത്തെ സമരം ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. ഈ 2 കാര്യങ്ങൾ, ഉയരപ്പാതയും ഇവിടുത്തെ ഈ തീരദേശ ഹൈവേയുടെ എൻട്രൻസും വരുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമരരംഗത്തേക്ക് വരാതിരുന്നത്. നിർമ്മാണ ചെലവുകൾ കേന്ദ്രം തരികയും നിർമ്മിക്കേണ്ടത് സംസ്ഥാന PWD ആയിരുന്നു. അതിന് പ്രകാരം എനിക്ക് ചുമതലയുണ്ടായിരുന്ന PWD വകുപ്പാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അധികാരത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അതിൻ്റെ അലൈൻമെൻ്റൊക്കെ തീരുമാനിച്ച് വെച്ചിരുന്നു. ഒരു പണിയൊന്നും നടത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള സംവിധാനങ്ങളായതുകൊണ്ട് മാറ്റത്തുടങ്ങിയ എല്ലാം മാറ്റേണ്ടി വരും. പിന്നീട് ദേശീയപാത നിർമ്മാണം തന്നെ വീണ്ടും അസാധ്യമാകും എന്നൊക്കെയുള്ള ഇഷ്യൂ വന്നതുകൊണ്ടാണ് ആ കാര്യത്തിലേക്ക് അന്ന് കൂടുതലായിട്ട് പ്രവേശിച്ചില്ല. പണി നിർമ്മാണം കാസർഗോഡ് നിന്നാണ് പണി തുടങ്ങിയത്. നമ്മുടെ ഇവിടെയൊന്നും പണിയായിട്ടില്ല. ഭാഗത്തും അപ്രോച്ച് റോഡ് ഏകദേശമൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം അതിന് അലൈൻമെൻറ്റ് വരുന്നത് വലതുവശത്തോട്ട് കയറി, അതായത് വടക്കവും തെക്കോട്ട് വരുമ്പോൾ പടിഞ്ഞാട്ട് കയറിയാണ്. ഇപ്പോൾ കള്ളോട് ജംഗ്ഷനിൽ ഒരു വെജിറ്റബിൾ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന് മുൻവശം മുഴുവൻ പോകും. അപ്പോൾ പടിഞ്ഞാറ് വശത്തുള്ള ഒരുപാട് വീടുകൾ പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ ഗവൺമെൻറ് അവിടെ ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഫോൺ കോൾ വന്നു, നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള ആളുകളെല്ലാം കൂടെ സമരം ചെയ്യുകയാണ്, അവിടെ വീട് പോകുമെന്ന് പറഞ്ഞു. എൻ്റെ വീടിന് നേരെ പഠിച്ചതിലെ രാജൻചേട്ടനും ഭാര്യയും അടക്കം വെള്ളി ഓഫീസിൽ പോയി സമരം ചെയ്ത് അവരെ ബോധം കെട്ട് കാര്യമ്മ ചേച്ചി വെള്ളി ഓഫീസിന് മുമ്പിൽ വീണു. അവർക്കാണെങ്കിൽ ഒരു 10-100 കിലോഗ്രാം ഭാരമുള്ള നല്ല വെയിറ്റുള്ള സ്ത്രീയാണ്. ഞാൻ പിന്നെ വൈകുന്നേരം ഇവിടെ വന്നു. അവർക്ക് അലൈൻമെൻറ്റ് ഇങ്ങനെയാണ്, അതാണ് ശരിയായ അലൈൻമെൻറ്റ്. കാരണം സ്ട്രൈറ്റ് ആയിട്ട് പോകണമെന്നുള്ളതാണ്. അത് വലിയ ക്ലേശിച്ചും പ്രയാസപ്പെട്ടുമാണ് ഇത് സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് ഞാൻ പറയാം. നമസ്കാരം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ട് നിർമ്മാണം നടക്കുകയാണ്. നിർമ്മാണം നടക്കുമ്പോഴുള്ള പുതിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ 500 കിലോമീറ്റർ ദേശീയപാത മൊത്തം മേൽപ്പാലമായിട്ട് പോകാനാണ്. ഒരു ജനകീയ ആവശ്യത്തെ മുൻനിർത്തിയുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം ഒരു അനാവശ്യ സമരമാണെന്ന്, അതല്ലെങ്കിൽ ഒരു ന്യായമല്ലാത്ത സമരമാണെന്ന് ആർക്കും തന്നെ പറയാനാവുകയില്ല എന്നുള്ളതാണ് സത്യം. ഇത് വെറുതെ ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല. കാരണം ഞാൻ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഈ ദേശീയപാത 66 വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ നാട്ടുകാരാണ്. അപ്പോൾ അവിടങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ അവിടങ്ങളിൽ ഉയരപ്പാതയും അടിപ്പാതയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആവശ്യങ്ങൾ പരിഗണിച്ചാണെങ്കിൽ ആ ആവശ്യങ്ങളെക്കാളോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ പ്രാധാന്യമുള്ള ഒരു ആവശ്യം തന്നെയാണ് പായൽക്കുളങ്ങര നിവാസികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അച്ചൻകോവിൽ, അതോടൊപ്പം പമ്പയിൽ വെള്ളം കൂടെ ഒഴുകിപ്പോയി തോട്ടപ്പള്ളി പൊഴിയിലാണ്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ പമ്പയിൽ പുറക്കാട് പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാകും. ആ സമയത്ത് ഒരു ഒഴിപ്പിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ 4 കിലോമീറ്റർ നിലവിലാണെങ്കിൽ 3 കിലോമീറ്റർ വണ്ടി ഓടി പോകണം. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് 2 അടിപ്പാതയാണ്.
പായക്കുളങ്ങരയിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഇന്നേ ദിവസം വളരെ ആശ്വാസകരമായ ഒന്നാണ്. സമരത്തിലേക്ക് പങ്കെടുക്കുവാൻ ബഹുമാന്യനായ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർകൾ ഇന്നേ ദിവസം നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നു. ആ ദിവസം തന്നെയാണ് സമരസമിതി കഴിഞ്ഞ ദിവസം ആലപ്പുഴ പാർലമെൻറ്റ് അംഗം ബഹുമാന്യനായ ശ്രീ KC വേണുഗോപാൽ MPയെ സന്ദർശിച്ചിരുന്നു. ഇതുവരെ സമരം നടത്തിയിട്ടും ഈ സമരസമിതി ഒന്ന് കേൾക്കാൻ, ഈ പരാതി ഒന്ന് കാണാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോ മറ്റധികാരികളോ ഒന്നും തന്നെ വന്നില്ല എന്നുള്ള ആശങ്കയടക്കം അദ്ദേഹത്തോട് പങ്കുവച്ചു. PSC അധ്യക്ഷൻ കൂടിയായ ശ്രീ KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശാനുസരണം ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും NHന്റെ പ്രൊജക്ട് ഡയറക്ടർ PD അടക്കമുള്ള ആളുകൾ വലിയ ഒരു ഉദ്യോഗസ്ഥ നിരയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. നമ്മളുമായി സമരക്കാരുമായി അവരിവിടെ വന്നു, സമരപന്തലിലെത്തി ആശയവിനിമയം നടത്തി. വരും വരാഴികളെല്ലാം അവർ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ ഈ ന്യായമായ ആവശ്യം, അമ്പലപ്പുഴ മുതൽ കരൂർ വരെയുള്ള പില്ലർ എലിവേറ്റഡ് വേ, തൂണിൽ തീർത്ത പാലമാണ് ആശാസ്യമായ ഒന്ന് എന്ന് സമരസമിതി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പുറക്കാട് പോലെ ഒരു തീരദേശ പഞ്ചായത്ത്, അത് കേരളത്തിൽ എന്നുള്ള ഇന്ത്യയിൽ പോലും ഇത്തരം നാരോ പ്ലേസ് ഉള്ള ഒരു പഞ്ചായത്ത് വേറെ ഇല്ല. കടലോരവും കായലോരവുമായി ചേർന്ന് പോകുന്ന ഒരിടം, അവിടേക്കാണ് ഈ ദേശീയപാത വരുന്നത് എന്നുള്ളത് ദേശീയപാത അതോറിറ്റിക്ക് നന്നായി അറിയാം, ഭരണാധികാരികൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടോ അവർ പ്ലാനും മറ്റു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തപ്പോൾ ഈ പഞ്ചായത്തിലെ പ്രാദേശിക ഭരണകൂടത്തോട് പോലും ചർച്ച ചെയ്തില്ല എന്നുള്ളത് അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ പ്രാദേശിക ഭരണകൂടത്തോടോ മറ്റ് ജനപ്രതിനിധികളോടോ ആരോടെങ്കിലും ഒക്കെ ആ സമയത്ത് ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്ലാനിൽ കൃത്യമായ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുവാൻ ജനങ്ങൾക്കായേനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കായേനെ. അതിനൊന്നും അവസരമുണ്ടാക്കാതെ ഒരു പ്രത്യേകമായി ഈ NH അതോറിറ്റി ആരെയും കാണിക്കാത്ത, ഇന്നും അവ്യക്തമാണ് അവരുടെ പ്രൊജക്ട് റിപ്പോർട്ട്, ഇന്നും അവ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ജനകീയ പ്രക്ഷോഭത്തെ, ന്യായമായ ഒന്നിനെ ഗൗരവമായി എടുക്കണം എന്നുള്ള നിവേദനം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുമ്പിലേക്ക് നിരവധി ആവശ്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ന്യായമായ അല്ലാത്തതാണ്. അതുകൊണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് തുടങ്ങിയുള്ള പില്ലർ എലിവേറ്റഡ് വേ എന്നുള്ള നമ്മുടെ ആവശ്യം മുന്നോട്ട് വെച്ചു. അതിനേതെങ്കിലുമൊക്കെ സഹകരിത്താൽ കഴിഞ്ഞില്ല എങ്കിൽ മാത്രം അടിപ്പാതയെങ്കിലും പ്രൊവൈഡ് തരണം എന്നുള്ള ഗൗരവമായ നിവേദനം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിശോധനയ്ക്കാണ് ഇന്നവരെ എത്തിയത്. ആ പരിശോധന ഗൗരവമാക്കാൻ ബഹുമാന്യനായ MP അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ സമരസമിതി വിജയം കാണും വരെയും മുന്നോട്ട് പോകും. ഇന്നേ ദിവസം സമരത്തിലിരിക്കുവാൻ ഒരു ഡസനിലേറെ ആളുകൾ ഇന്ന് സത്യാഗ്രഹികളെ, നിരാഹാര സത്യാഗ്രഹത്തിന് കടന്നു വന്നു. ഇന്നേ ദിവസം ഈ സമരപ്പന്തലിൽ 500-ൽ പരം ആളുകളാണ് ഇന്നേ ദിവസം ഈ സമരപ്പന്തലിൽ വന്നത്. ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ നാടിൻ്റെ ഈ പരിവേദനം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മളോടൊപ്പം എത്തിച്ചേരുകയാണ്. ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. നാട്ടിൽ നടക്കുന്ന ഈ ജനകീയ പ്രക്ഷോഭത്തിന് മുഴുവൻ പൊതുജനങ്ങളുടെയും പിന്തുണ മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ, ജനപ്രതിനിധികളുടെ, മറ്റ് സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ന്യായമായ ഈ ആവശ്യം സാധ്യമാക്കി എടുക്കുന്നതും വരെയും നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ പായൽക്കുളങ്ങര, കരൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അടിപ്പാത വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരാഹാര സമരം ഇന്ന് 7ാം ദിവസമാണ്. ഇന്നത്തെ സമരവേദിയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിരുന്ന മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ G സുധാകരൻ സാർ തന്നെ സന്ദർശിക്കുകയും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിവരങ്ങളും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഒക്കെ തന്നെ. അതിനോടൊപ്പം തന്നെയാണ് ജനകീയ സമിതിയുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ, ദേശീയപാതാ വിഭാഗം പ്രോജക്റ്റ് ഡയറക്ടർ വിപിൻ മധു അടക്കമുള്ളവർ ഇന്ന് വന്ന് സമരവേദിയിൽ തന്നെ വന്ന് അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രായോഗിക വശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയും അവരുടെ നിലപാട് പറയുകയും ചെയ്യും. എന്നാൽ ഇവിടെ അടിപ്പാത തന്നെ അടിയന്തര ആവശ്യമാണ്. യഥാർത്ഥത്തിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഈ 9 കിലോമീറ്ററിലും അടിപ്പാതയേക്കാൾ ഉപരി മേൽപ്പാലം തന്നെയാണ് വേണ്ടിയിരുന്നത് എന്നുള്ളത് നിലവിൽ പുറക്കാട് പഞ്ചായത്തിൻ്റെ കടലും ദേശീയപാതയും തമ്മിലുള്ള ദൂരവ്യത്യാസം ബോധ്യപ്പെടുത്തി വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ തന്നെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. കാരണം ഒരു കടൽ ദുരന്തമോ അതുമല്ല കിഴക്ക് നിന്നും വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ പുറക്കാട് നിന്നും അമ്പലപ്പുഴ
4 കിലോമീറ്ററാണ് ഇവർ ഒഴിപ്പിച്ചു കൊണ്ടുപോകാനുള്ള അടിപ്പാത. അതുപോലെ തന്നെ പുറക്കാട് നിന്നും ഒറ്റപ്പനയ്ക്ക് 3 കിലോമീറ്ററാണ്. ഈ 2 ഭാഗത്തു നിന്നും ആളുകളെ കിഴക്കുനിന്നും പടിഞ്ഞാറോട്ടാണെങ്കിലും പടിഞ്ഞാറുനിന്നും കിഴക്കോട്ടാണെങ്കിലും ഇവരെയൊക്കെ തന്നെ മാറ്റി ഒരു സുരക്ഷിത ഇടങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വാഹനം ഓടി കടന്ന് ചെല്ലേണ്ടതാണ് ഇത്രയും ദൂരത്തിലുള്ളത്. അതുതന്നെ ഏറ്റവും വലിയ വ്യത്യാസം തന്നെയാണ്. അതിനാൽ ഇവിടെ പ്രകൃതിക്ഷോഭങ്ങൾ ഇപ്പോൾ നിരന്തരമായി ലോകവ്യാപകമായി തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ കേൾക്കുകയാണ്. ഏറ്റവും അവസാനമുണ്ടായത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടാണ്. ആ തമിഴ്നാട്ടിലടക്കം വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ രൂപപ്പെട്ട ചുഴലിക്കൊടുങ്കാറ്റ്, അതിൻ്റെ ആഘാതം നമ്മളുടെ ഈ കേരളത്തിലും സ്കൂളുകൾക്കടക്കം അവധി നൽകുന്ന സാഹചര്യം വരികയാണ്. അതിനാൽ തന്നെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് കടലിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെടുത്തേണ്ടത് അടിപ്പാതയേക്കാൾ ഉപരി മേൽപ്പാലം തന്നെയാണ് ആയിരുന്നു എന്നുള്ളത് പ്രോജക്റ്റ് ഡയറക്ടറോടും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും ബോധ്യപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കിതിൻ്റെ DPRമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും ചുമതലപ്പെട്ട ആളുകളെ അതല്ലെങ്കിൽ MLA ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറയണമെന്ന് 100 കണക്കിന് ആളുകൾ നിൽക്കുമ്പോഴാണ് ഈ NHAIയുടെ പ്രോജക്റ്റ് ഡയറക്ടറോട് ഞാൻ തന്നെ മൈക്കിൽ കൂടി ആവശ്യപ്പെട്ടത്. നിങ്ങളിത് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. സുധാകരൻ സാർ സംസാരിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. കാരണം മലബാർ പ്രദേശങ്ങളിലടക്കം തെറ്റായ തരത്തിലേക്കുള്ള രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് കത്തിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ ആവർത്തിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മളുടെ ഇടങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ മറച്ചു വെച്ചുകൊണ്ട് ഇവരത്തരം പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ആയതിനാൽ ഇന്നത്തെ സമരം വളരെ വലിയ തരത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. മറ്റൊരു തരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ പേരും അത് കളക്ടറോടൊപ്പം ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സമാധാനപരമായി തന്നെയാണ് ഇതുവരെയും ഈ പ്രതിഷേധം ഇവിടെ നടന്നു പോകുന്നത്. ഇതൊരു മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് വരിക്കാനോ മറ്റു തരത്തിലേക്ക് ജയിലിൽ കിടക്കാനോ ഞങ്ങളൊക്കെ തന്നെ തയ്യാറാണ് എന്ന് ഈ അധികാരികളെ മുഴുവൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ എത്രയും വേഗം പുറക്കാട് പഞ്ചായത്തിൽ ഈ പായൽക്കുളങ്ങര കരൂർ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അടിപ്പാത ലഭിക്കുക എന്നുള്ള ഈ ഒരു ഉറച്ച ആവശ്യത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറുന്നതല്ല എന്ന് അസന്ദിഗ്ധമായി ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്, ആ പ്രഖ്യാപനം കേട്ടുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറും ദേശീയപാതാ വിഭാഗം സ്റ്റേറ്റ് ഡയറക്ടറും ഇവിടെ നിന്ന് പോയിട്ടുള്ളത്.